പുതിയ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് വി വിനോദ് ചേരുകയാണ്. വിനോദ്, ഇപ്പോൾ നടക്കുന്ന ചർച്ചയിലാണ് എല്ലാ പ്രതീക്ഷകളും. ചർച്ച ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സൂഫി പണ്ഡിതൻ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. ആ കുടുംബത്തിന്റെ പ്രതിനിധികളുമായി നേരിട്ട് ചർച്ച സാധ്യമാകുന്നു എന്നതാണ് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഘടകം. ഇതുവരെ അങ്ങനെ ഒരു ചർച്ച സാധ്യമായിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഇപ്പോഴും പ്രതീക്ഷ നൽകുന്ന വിവരങ്ങൾ തന്നെയാണോ അവിടെ നിന്ന് ലഭിക്കുന്നത്? രേണുക, സങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. മറ്റന്നാളാണ് വധശിക്ഷ നടപ്പാക്കുമെന്ന് യമൻ അറിയിച്ചിട്ടുള്ളത്. ഭരണകൂടത്തിൻ്റെതായ അറിയിപ്പ് നേരത്തെ തന്നെ വന്നിരുന്നു. അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇത് സംബന്ധിച്ച് നോട്ടീസ് പുറത്തിറക്കി. നേരത്തെയും ഇത്തരത്തിലുള്ള വധശിക്ഷ സംബന്ധിച്ചുള്ള വിവരങ്ങൾ വന്നിരുന്നെങ്കിലും അതിന് സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. വധശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അവിടെയാണ് പല വഴികളിലൂടെയുള്ള ഇടപെടലുകൾ നടക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഏറ്റവും ഒടുവിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇടപെടുന്നതിന് പരിമിതിയുണ്ട് എന്ന കാര്യമാണ്. അറ്റോർണി ജനറൽ ഇന്ന് കോടതിയെ അക്കാര്യം അറിയിക്കുകയും ചെയ്തു. നയതന്ത്ര കാര്യങ്ങളായതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്നൊരു നിലപാട് കൂടി സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട സെക്രട്ടറി തലത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ വ്യക്തമാക്കി. പക്ഷേ ഇപ്പോൾ ഇടപെടുന്നതിന് പരിമിതിയുണ്ട് എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കത്തെഴുതിയിരുന്നു. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടായിരുന്നു അത്തരമൊരു കത്ത് അയച്ചത്. കാന്തപുരത്തിൻ്റെ ഇടപെടൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അവിടെ തലാലിൻ്റെ കുടുംബവുമായുള്ള ചർച്ച തുടരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടുത്തെ മതപണ്ഡിതനായ ഹബീബ് ഉമർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ചർച്ച നടക്കുകയാണ്. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്, സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളുണ്ട്. ഇത്തരത്തിൽ ദയാധനം സ്വീകരിച്ചുകൊണ്ട് നിമിഷയെ മോചിപ്പിക്കണം എന്നൊരാവശ്യമാണ്. പക്ഷേ നമുക്കറിയാം, യമൻ പോലൊരു രാജ്യത്ത് അവരുടേതായ നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് മാറി അവർ ചിന്തിക്കുമോ, അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുമോ, അങ്ങനെ എത്തണം എന്ന് നമ്മുടെ നാട് ഒന്നാകെ ആഗ്രഹിക്കുന്നുണ്ട്. നിമിഷ മോചിതയാകണം എന്ന ആഗ്രഹത്തിലാണ്. അതിനുള്ള വഴികൾ തേടുകയാണ്. ദയാധനത്തിന് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേരത്തെ തന്നെ നടന്നിരുന്നു. അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പറയുന്നത് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയായിരുന്നു. മറ്റ് ചില ഉപാധികൾ കൂടി യമന് മുന്നിലേക്ക് വെച്ചിരുന്നു. അതായത് ദയാധനത്തോടൊപ്പം തന്നെ മറ്റ് ചില സേവനങ്ങൾ കൂടി ഉറപ്പാക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ആ ചർച്ച നടക്കുന്നതിനിടെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു വിധി വന്നത്, അല്ലെങ്കിൽ ഒരു തീരുമാനമുണ്ടായത് എന്നതിലാണ് ആശങ്ക നിലനിൽക്കുന്നത്. മണിക്കൂറുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. നിമിഷയുടെ മോചനത്തിനായി നാടൊന്നാകെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് രേണുക. വിനോദ്, നമുക്ക് ഇനി മുന്നിൽ അധികം സമയമില്ല എന്നതാണ്. നാളെ ഒരു ദിവസമാണ്, ജൂലൈ 16-നാണ് ഈ വധശിക്ഷ നടപ്പാക്കുമെന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ദിവസം പറഞ്ഞിരിക്കുന്നത്. വളരെ നിർണായകമാണ് അപ്പോൾ ഓരോ നിമിഷവും എന്ന് പറയാം. അപ്പോൾ അടിയന്തരമായൊരു ഇടപെടൽ ഇന്ന് നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷം സാധ്യമായാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? തീർച്ചയായും മണിക്കൂറുകളായി തുടരുന്ന ഒരു ചർച്ചയാണ്, കുടുംബാംഗങ്ങളുമായുള്ള ചർച്ചയാണ്. പ്രത്യേകിച്ച് തലാലിൻ്റെ സഹോദരൻ ഈ ദയാധനം കൈപ്പറ്റുന്നതിന് അനുകൂലമായൊരു സമീപനം എടുത്തിട്ടില്ല. ഈ പണം നൽകുന്നത് മാത്രമല്ല, ചില സേവനങ്ങൾ, ആതുര ശുശ്രൂഷ രംഗവുമായി ബന്ധപ്പെട്ട് ചില സേവനങ്ങൾ നൽകുമെന്ന്, രാജ്യത്തിന് തന്നെ നൽകുമെന്ന് ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ജോലി ഉറപ്പാക്കുമെന്ന ചില വാഗ്ദാനങ്ങൾ. പക്ഷേ നമുക്കറിയാം, യമനിലെ നിയമമനുസരിച്ച് തീർച്ചയായും അവർ മതപരമായ രീതിയിൽ ജീവിക്കുന്ന, അത് അനുഷ്ഠിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെയാകണം കേന്ദ്ര സർക്കാരും ഇപ്പോൾ ഇങ്ങനെ ഒരു നിസ്സഹായാവസ്ഥയിലേക്ക് എത്തുന്നത്. പരിമിതി ഉണ്ട് എന്ന നിലപാടിലേക്ക് കേന്ദ്രം എത്തുന്നത്. പക്ഷേ ഇതിനു മുൻപ് സാധ്യമായ വഴികളെല്ലാം തന്നെ തേടിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അത് സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും. അവിടെയാണ് ഇപ്പോൾ കാന്തപുരത്തിൻ്റെ ഇടപെടൽ. അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരനായ അവിടുത്തെ മതപണ്ഡിതനുമായി അദ്ദേഹം ബന്ധപ്പെടുകയും ആ വഴിക്കുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും ഒരു സാധ്യത അങ്ങനെ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. ആ പെൺകുട്ടി തിരികെ നാട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടാകും. നേരത്തെ തന്നെ യമൻ സർക്കാരിലേക്ക്, ഭരണകൂടത്തിന് നിമിഷയുടെ അമ്മയും കത്തയച്ചിരുന്നു. ഇപ്പോൾ പ്രധാനമായും ഈ ദയാധനം കൈപ്പറ്റുക എന്നൊരു കാര്യമാണ്. പക്ഷേ അതിന് ആ കുടുംബം തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് ആ കുടുംബത്തിനുണ്ടായ ഒരു മാനഹാനി എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കൈപ്പറ്റിക്കൊണ്ട് അവരെ സംബന്ധിച്ച് വ്യക്തിപരമായി അതൊരു വിഷയമായി എടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പണം കൈപ്പറ്റുന്നതിന് സന്നദ്ധമല്ല എന്നൊരു നിലപാടിലാണ് ഇത്ര നാളും തുടർന്നത്.
മാത്രമല്ല നമുക്കറിയാം ഇവിടെ പല ഈ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രതിനിധികളുണ്ട്. അതോടൊപ്പം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ള ആളുകൾ ധനസമാഹരണത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ ഏർപ്പെട്ടിരുന്നു. ഈ പണം നൽകുന്നതിന് ബുദ്ധിമുട്ടില്ല, പക്ഷേ ആ പണം സ്വീകരിക്കാൻ ആ കുടുംബം തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വെല്ലുവിളിയായി ഈ നിമിഷത്തിലും അവശേഷിക്കുന്നത്. വിനോദ്, ഒരു അഭിമാന പ്രശ്നമായി, കുടുംബത്തിന്റെ തന്നെ ഒരു അഭിമാന പ്രശ്നമായി അവർ കാണുന്നു. അവിടെ ദയാധനം സ്വീകരിച്ച് കീഴടങ്ങുക എന്നത് സാധ്യമല്ല എന്നൊരു നിലപാടാണ് അവർ പല ഘട്ടങ്ങളിലും സ്വീകരിച്ചിരുന്നത്. അതിൽ നിന്നൊരു മാറ്റം എന്നതാണ് അവരുമായി നേരിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലേക്ക് അവർ പറഞ്ഞോളൂ. രേണുക, ഇത് ഇപ്പോൾ ശരീഅത്ത് പോലുള്ള നിയമങ്ങളൊക്കെ സ്വാഭാവികമായും അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ ആ തരത്തിലുള്ള പല നിയമങ്ങൾ അങ്ങനെ മുസ്ലിം രീതി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ ജീവിതചര്യ കൊണ്ടുപോകുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ പോലെ ഒരുപക്ഷെ നമ്മുടെ കോടതികൾ ചിന്തിക്കുന്നത് പോലെ ലിബറലായിട്ടോ അല്ലെങ്കിൽ ആ തരത്തിൽ കുറച്ചുകൂടി നമ്മൾ പറയുന്ന തരത്തിലുള്ള മാനുഷിക പരിഗണന ഒരുപക്ഷെ അവർക്ക് അവരുടെ ശരികളുണ്ടാകും. ആ ശരി ഒരുപക്ഷെ നമുക്ക് കഠിനമായ ശിക്ഷകളാണ്. അതുകൊണ്ട് തന്നെ അവർ ഇനി എങ്ങനെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു, ഇതിൻ്റെ ഒരു വൈകാരിക തലം കൂടി അവർ മനസ്സിലാക്കുമോ? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്രൈം സംഭവിച്ചു? ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് 2017 ഇവിടെ നിന്ന് നമുക്കറിയാം, ഇവിടെ നിന്ന് തൊഴിൽ തേടി അവിടെ എത്തുകയും അവിടെ ഒരു പങ്കാളി ഉണ്ടെങ്കിൽ മാത്രം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന നിലയുമായിരുന്നു. തലാലിൻ്റെ ഭാഗത്ത് നിന്ന് നിരന്തരം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനം തലാലിനെ ഓവർഡോസ് മരുന്ന് നൽകി ശരീരത്തിൽ കുത്തിവെച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പിന്നീട് ഒരു കൂട്ടുകാരിയുടെ സഹായത്തോടു കൂടി വീടിന് മുകളിലെ വാട്ടർ ടാങ്കിൽ ആ മൃതദേഹം മുറിച്ച് മറവ് ചെയ്യാൻ ശ്രമിച്ചു എന്ന തരത്തിലാണ് ആ കണ്ടെത്തലുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ആ രാജ്യം എങ്ങനെ ഇടപെടുന്നു, പ്രത്യേകിച്ച് അവിടുത്തെ ഗോത്രവിഭാഗം, അവരെ സംബന്ധിച്ച് രൂഢമൂലമായ വിശ്വാസം അവർ കൊണ്ടു നടക്കുന്നവരാണ്, അങ്ങനെയുള്ള ജീവിതചര്യയിൽ പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ എങ്ങനെ ചിന്തിക്കും, ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടും എന്നത് സുപ്രധാനമായ ഒരു കാര്യമാണ്. അതിന് അവരെടുക്കുന്ന ഒരു തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും ഇനി മോചനം എങ്ങനെ ഉണ്ടാകും, മോചനം സാധ്യമാണോ അല്ലയോ എന്ന തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ. മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നത് നെഞ്ചിടിപ്പ് കൂട്ടുന്ന, ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല അവിടെ ഈ മോചനത്തിനായി പ്രവർത്തിച്ചിരുന്ന ആളുകൾ പറയുന്നത് അവിടെ ചർച്ചകൾ നടക്കുകയായിരുന്നു. ഈ ദയാധനം കൈപ്പറ്റുന്നതിനപ്പുറത്തേക്ക് മറ്റ് ചില കാര്യങ്ങൾ കൂടി ഉപാധിയായി വെച്ചുകൊണ്ട് മോചനത്തിന് ഉള്ള വഴി തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഒരു നയതന്ത്ര തലത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപെടലിലൂടെ ആ മോചനം സാധ്യമാകും എന്ന് കരുതുക വയ്യ. ആ വഴികൾ അടയുകയാണ്. ഇന്ന് സുപ്രീം കോടതിയിൽ ജഡ്ജിമാർ പറഞ്ഞത് തന്നെ മോചനം സാധ്യമായില്ലെങ്കിൽ അത് ദുഃഖകരമായ കാര്യമാണ്. ഇപ്പോൾ വിധി പറയുന്നില്ല, വെള്ളിയാഴ്ച ഈ കേസിൽ വിധി പറയാം എന്നതാണ്. പക്ഷേ നമുക്കറിയാം മറ്റന്നാൾ എന്ന ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആ രാജ്യം എങ്ങനെ ചിന്തിക്കുന്നു, അവിടുത്തെ ഗോത്രവിഭാഗം എങ്ങനെ ചിന്തിക്കുന്നു, തലാലിൻ്റെ കുടുംബം എങ്ങനെ ചിന്തിക്കുന്നു എന്നതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിനോദ്, ഈ 16-ന് വധശിക്ഷ നടപ്പാക്കുമെന്നാണ് നമ്മൾ അറിയുന്നത്. എന്താണ് മറ്റ് തീരുമാനങ്ങൾ എന്നൊക്കെയുള്ളത് അറിയേണ്ടതുണ്ട്. പക്ഷേ ഈ അടിയന്തരമായി ഈ ശിക്ഷ നടപ്പാക്കുന്നത് നിർത്തിവെക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ മാറ്റിവെക്കാനുള്ള ഒരു ശ്രമമെങ്കിലും നടന്നാൽ മാത്രമേ ഈ കുടുംബവുമായി കൂടുതൽ ചർച്ചകൾ സാധ്യമാവുകയുള്ളൂ. അതിനെങ്കിലും ഉള്ള സാധ്യതകൾ തെളിയുമോ ഇന്നത്തെ സംസാരത്തിൽ? അങ്ങനെയുള്ള ശ്രമങ്ങൾ കൂടിയാണോ ഇപ്പോൾ നടക്കുന്നത്? രേണുക, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സമയമല്ല, അവിടെ ഏതാണ്ട് 3 മണിക്കൂർ നമ്മുടെ സമയം കഴിഞ്ഞാണ് ഈ തരത്തിലേക്ക് എത്തുന്നത്, നമ്മുടെ സമയത്തിലേക്ക് എത്തുന്നത്. ഈ ചർച്ചകൾ തുടരുകയാണ്. ഒരുപക്ഷെ വൈകുന്നേരത്തോടു കൂടി അവിടെ കാര്യങ്ങൾ തീരുമാനമാകും എന്ന തരത്തിലുള്ള ചില സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ ഈ 16-ാം തീയതി എന്നതിൽ നിന്ന് ഒരു മാറ്റം, ആ തീയതി മാറ്റിക്കൊണ്ടെങ്കിലും ഒരു തീരുമാനം, അത് രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ അങ്ങനെ ഒരു സമവായത്തിലെത്തിയാൽ വീണ്ടും ഡയലോഗ്സിന് സാധ്യതയുണ്ട്, സംഭാഷണങ്ങൾക്ക് സാധ്യതയുണ്ട്, ഒരു അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു അന്തരീക്ഷം തെളിഞ്ഞു വരും. പക്ഷേ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഈ ഉത്തരവ്, ഈ വിധി, അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ പുറത്തിറക്കിയിട്ടുള്ള ഈ ഉത്തരവ്, ആ ഉത്തരവ് മാറ്റാൻ യമൻ തയ്യാറാകാതിരിക്കുകയും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ നമുക്കിന്ന് സുപ്രീം കോടതി പറഞ്ഞതുപോലെ തന്നെ ദുഃഖകരമായ, ഖേദമുണ്ടാക്കുന്ന ഒരു നിമിഷമായി അത് മാറും എന്നതിൽ ഒരു തർക്കവുമില്ല. കാരണം വർഷങ്ങളായി നിമിഷപ്രിയയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രയത്നം, ആ കുട്ടിയെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ, അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ
മകനും ചാണ്ടി ഉമ്മനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കഴിഞ്ഞ ദിവസം പോലും ഗവർണറെ കാണുന്ന ഒരു നിലയുണ്ടായി. ഗവർണറുടെ ഇടപെടലാണ് ഈ കാര്യത്തിൽ അവർ ആവശ്യമായി ഉന്നയിച്ചത്. ഇവിടെ നിന്നുള്ള എംപിമാരടക്കമുള്ളവർ ഈ വിഷയത്തിൽ നേരത്തെ ഇടപെട്ടതാണ്. കേരള സർക്കാർ ഇടപെട്ടു, പാർലമെൻറ്റ് അംഗങ്ങൾ ഇടപെട്ടു, കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുണ്ടായി. ആ തലത്തിൽ വിപുലമായ പല വഴികളിലൂടെയുള്ള പരിശ്രമം ഉണ്ടായി എന്ന് നമുക്ക് പറയാം. പക്ഷേ അതൊന്നും തന്നെ ഫലവത്താകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നില്ല. ഇപ്പോൾ കാന്തപുരം നടത്തുന്ന ഇടപെടൽ അത് വളരെ നിർണായകമാണ്. ഏവരും ശ്രദ്ധയോടെ കാണുന്ന ഒരു കാര്യവുമാണ്. തീർച്ചയായും എന്തായാലും നമുക്ക് പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ആദ്യം മുഹമ്മദ് അലി കിനാലൂർ നമുക്കൊപ്പം ചേരുകയാണ്. കാന്തപുരം വിഭാഗം പ്രതിനിധിയാണ് അദ്ദേഹം. ശ്രീ മുഹമ്മദ് അലി കിനാലൂർ, എല്ലാവരും പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് യമനിൽ നടക്കുന്ന ചർച്ചയിലാണ്. കാന്തപുരത്തിന്റെ ഇടപെടലിലാണ് ഇപ്പോൾ അത്തരമൊരു